രജിഷയുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആ എലി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങ് ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു നല്ല ഓർമ്മ? ഇപ്പൊ കുറെ വർഷമായല്ലോ, ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 5 വർഷം ഒരു നല്ല ഓർമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏതാ വരുന്നത്? എനിക്ക് തോന്നുന്നു കരിക്കും വെള്ളത്തിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം വരുമ്പം എപ്പോഴും നമ്മൾ കാണിക്കുന്ന മിക്കവാറും സിനിമകളിലും നടന്റെ അല്ലെങ്കിൽ പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. അവരെത്രമാത്രം വിഷമിക്കുന്നു, അവര് കള്ളുകുടിക്കുന്നു, അവരുടെ കരച്ചില്ല. അതെ, ഒരിക്കലും അധികം നമ്മൾ ഈ പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവ് കാണിക്കാറില്ല. മിക്കവാറും ആ നടി മുതൽ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. അതൊരു വൃത്തിയായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വേർഡാണ്. അല്ല, പറയുവാ ഞാൻ. അപ്പൊ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതായത് വിഷമം രണ്ടുപേർക്കും ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആര് തീരുമാനം എടുത്താൽ പോലും നമുക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇല്ലാതാവുമ്പോൾ വിഷമം രണ്ടുപേർക്കും ഈക്വലി ഉണ്ടാവും. അപ്പൊ അത് കാണിക്കുമ്പോൾ പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് കാണിച്ചത് എനിക്ക് അതും കൂടെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കള്ളു കുടിച്ച് കരയുന്ന സീന് ഒക്കെ രാത്രി ഇപ്പോഴും അതിന്റെ റൈറ്റർ നവീൻ ഭാസ്കറാണ്. അപ്പം നവീൻ ചേട്ടൻ എപ്പോഴും പറയും, ഒരു ദിവസം ഷൂട്ട് ചെയ്തിങ്ങനെ ഒരു ഫ്ലാറ്റിൽ നടക്കുക. അപ്പം നമ്മൾ എനിക്കൊരു രാത്രി ഒരു 2-3 മണിക്കാണ് ആ സീൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പം നവീൻ ചേട്ടൻ പെട്ടെന്ന് ഫ്ലാറ്റിലോട്ട് കയറി വന്നു, ഷൂട്ട് നടക്കുന്ന ഫ്ലാറ്റിലോട്ട് പുള്ളി കയറി വരുമ്പോൾ പുള്ളി കാണുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഹാളിൽ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ മയങ്ങിപ്പോകും. കാരണം അത്രയും നേരം ഷൂട്ട് ചെയ്തിട്ട് ക്രൂ ഒക്കെ ടയേർഡായിട്ട് പുള്ളി ഇങ്ങനെ ഏങ്ങി അടിച്ച് കരച്ചിൽ കേൾക്കുന്നുണ്ട് ഏതോ മുറിന്ന്. അപ്പൊ പുള്ളി എന്താ സമയം എല്ലാവരും ഉറങ്ങുന്നു, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെയാണ് പുള്ളി മോണിറ്ററിന്റെ മുന്നിൽ വന്നപ്പോൾ മനസ്സിലായത് ഞാൻ അവിടെ മറ്റേ കരിഞ്ഞ ആ സീൻ അഭിനയിക്കുവാണ്, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ അത്ര ആ ടൈമിൽ ഷൂട്ട് ചെയ്ത സീനാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ആ സീനിലൊക്കെ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ കൂവുന്ന വിചാരിച്ച്. പക്ഷെ എനിക്ക് എന്തോ ഫോർ സം റീസൺ അത് കുറെ പേർക്ക് കണക്ട് ആയി.